ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ കോസ്റ്റാസ് മെത്തേഡ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ള ഒരു സംഗതിയുടെ സ്റ്റെപ്പുകൾ, അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന കുറേ ടേമുകൾ, അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന നമ്മളെ കോസ്റ്റാസ് ചാർട്ട്, അതുപോലെ ഇക്വേഷൻസ്, ഇതെല്ലാം കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കുക. ഫിഗർ ഷോസ് എ സെക്ഷൻ ഓഫ് ബാരേജ്. The various dimensions and levels are in meters. Determine uplift pressure at the key points and exit gradient. Also find whether the section provided is safe against uplift and piping. If it is founded on fine sand with permissible exit gradient of 1/6. അതായത് ഈ ക്വസ്റ്റ്യനിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും ലെങ്ത്തിൽ മുഴുവൻ ആയിട്ട് ചോദിച്ചോളണമെന്നില്ല. ചിലപ്പോൾ വലിയൊരു മാർക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് മുഴുവൻ ഒന്നിച്ച് ചോദിക്കാം. പക്ഷേ ചിലപ്പോൾ ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ചോദിച്ചോളണമെന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ ഇവർ ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം, നമുക്ക് ഡിറ്റർമിൻ അപ്ലിഫ്റ്റ് പ്രഷർ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കീ പോയിന്റ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു. നമ്മൾ E1 C1 D1 E2 C2 D2 E3 C3 D3 അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കീ പോയിന്റുകൾ എന്താണെന്ന് നമുക്ക് അറിയാം നിലവിൽ. ആ കീ പോയിന്റുകളിൽ വരുന്ന അപ്ലിഫ്റ്റ് പ്രഷർ കാണാൻ വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി വേറെ അതിൻ്റെ കൂടെ അതുവരെ വേണമെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് മാത്രം കാണാൻ വേണ്ടി ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ പ്രഷറിൻ്റെ പെർസെൻറ്റേജ് പ്രഷറാണ് നമ്മൾ 5 വാല്യൂസ് മാത്രം കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ട പോലെ കാൽക്കുലേറ്റ് ദ അപ്ലിഫ്റ്റ് പ്രഷർ അറ്റ് കീ പോയിന്റ്സ്, അങ്ങനെയും വരാം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ കംപ്ലീറ്റ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്താ പറഞ്ഞത്, ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇത് പ്രൊവൈഡഡ് സെക്ഷൻ സഫീഷ്യൻ്റ് ആണോ. നമ്മൾ ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ള ക്രോസ് സെക്ഷൻ, നമ്മളെ ഫ്ലോറിൻ്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സഫീഷ്യൻ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ, സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യും വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു എക്സിറ്റ് ഗ്രേഡിയൻറ്റ് തന്നിട്ടുണ്ട്, അതായത് 1/6 എന്നുള്ളൊരു വാല്യൂ. അതായത് പെർമിസിബിൾ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് ഓർ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എക്സിറ്റ് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് 1/6 ആണ്. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് 1/6. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ കഴിഞ്ഞ കാര്യത്തിൽ നമ്മൾ ഈ രണ്ട് മെത്തേഡ് കമ്പയർ ചെയ്തപ്പോൾ, അതായത് കോസ്റ്റാസ് മെത്തേഡും തിയറിയും ബ്ലൈസ് തിയറിയും കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സേഫ്റ്റി കൺസേൺ ആയിട്ട് നമ്മൾ കോസ്റ്റിലയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എക്സിറ്റ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് നമുക്ക് കൂടെ തന്നിട്ടുണ്ട്, ലിമിറ്റിംഗ് വാല്യൂ. അപ്പോൾ നമ്മളിത് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും സ്മാളർ സ്ലോപ്പ് ഇവിടെ ഉണ്ടാകാൻ പറ്റുള്ളൂ. അതിൻ്റെ മേലേക്ക് നമ്മളെ സ്ലോപ്പ് അല്ലെങ്കിൽ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് ആ ഒരു ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സേഫ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള നമ്മളോട് എന്തൊക്കെ കാണാനാണ്, നമ്മുടെ പിന്നെ തന്ന സ്ട്രക്ചറിൻ്റെ ഈ ഫ്ലോർ തിക്നെസ് സഫിഷ്യൻ്റ് ആണോ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിലെ ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, മീറ്റേഴ്സിൽ നമുക്ക് വാട്ടർ ലെവലുകളൊക്കെ തന്നിട്ടുണ്ട്. എക്സിറ്റ് ഗ്രേഡിയൻറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ പെർമിസിബിൾ വാല്യൂ ഓഫ് എക്സിറ്റ് ഗ്രേഡിയൻറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ സേഫ് ആണോ ചെക്ക് ചെയ്യുകയൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. നമുക്ക് 1 മീറ്റർ തിക്നെസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈൽ വരുന്ന അവിടുത്തെ കട്ട് ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ. ദെൻ അവിടുത്തെ ഫ്ലോറിൻ്റെ ലെവൽസ് ടോപ്പിൽ 105 ആണ്, ബോട്ടം 104 ആണ്. 16 മീറ്റർ ആണ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 പൈൽസ്. അതായത് ഫസ്റ്റ് പൈലും അപ്സ്ട്രീം എൻ പൈലും ഇൻ്റർമീഡിയറ്റ് പൈലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 16 മീറ്റർ ആണ്. ദെൻ അപ്സ്ട്രീം എൻ പൈലിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് 97 എന്നുള്ള ലെവലാണ് കിടക്കുന്നത്. ഡൗൺ സ്ട്രീം ഇൻ്റർമീഡിയറ്റ് പൈലും 97ലാണ്. അങ്ങനെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 4:1 അല്ലെങ്കിൽ 4 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ എന്ന് പറഞ്ഞ പോലെ ഒരു സ്ലോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫ്ലോറ് സ്ലോപ്പായി പോകുന്നുണ്ട്, മുകളിലേക്ക് സ്ലോപ്പായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലോറ് 106 എന്നുള്ള ഒരു ടോപ്പ് ലെവലും 105 എന്നുള്ള ബോട്ടം ലെവലിലും എത്തുകയാണ്, നമ്മൾ ആ താഴെ കൊടുത്ത ഫ്ലോറിൻ്റെ ലെവല്. അത് കഴിഞ്ഞ് അവിടെ നമുക്ക് വാട്ടറിൻ്റെ ലെവൽ കാണിച്ചിട്ടുണ്ട്. അതായത് റെഡ്യൂസ് ലെവൽ 108.5 എന്ന് കാണിച്ചിട്ടുണ്ട്. മാക്സിമം നമ്മളെ വാട്ടർ ആ ബാരേജിൽ ബ്ലോക്കായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രക്കായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് മാക്സിമം വാട്ടർ റൈസ് ചെയ്യുന്ന ലെവൽ 108.5 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഡയമെൻഷൻസ് കാണാം. നമ്മളെ കീ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. E1 C1 D1 E2 C2 D2. അതുപോലെ ഇവിടെ E3 C3 D3 ഉണ്ട്. അപ്പോൾ ഈ കീ പോയിൻറ്റ്സ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ അവർ തരും, ചിലപ്പോൾ തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച രീതിയിൽ കീ പോയിൻറ്റ്സിന് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഫിഗർ റീഡ്രോ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 4 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ലോപ്പിംഗ് വരുന്നത്. പിന്നെ 2.5 മീറ്റർ ബോട്ടം ഉണ്ട്. അത് കഴിഞ്ഞ് 17.5 മീറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വരുന്നുണ്ട്. ദെൻ ബി പോയിൻ്റ് എത്തുമ്പോൾ നമ്മളെ തിക്നെസ് മാറുന്നുണ്ട്. ബി പോയിൻറ്റിൽ കഴിഞ്ഞാൽ പിന്നെ B to C 103.5 ആണ് നമ്മുടെ ഫ്ലോറിൻ്റെ ടോപ്പ് ലെവൽ.
ദെൻ ബോട്ടം ലെവൽ 101.5 6.5 മീറ്റർ, ദെൻ അഗെയിൻ 6.5 മീറ്റർ ഇങ്ങനെയും കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻസ്. ബാക്കി ഡാറ്റസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പറഞ്ഞിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പിന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്ലോർ തിക്നെസ് സഫിഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൊവൈഡഡ് ഫ്ലോർ തിക്നെസ് സഫിഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ എല്ലാ അപ്ലിഫ്റ്റ് പ്രഷറുകൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓരോ സ്ഥലത്തും വരുന്ന അപ്ലിഫ്റ്റ് ഹെഡുകളൊക്കെ കമ്പ്യൂട്ട് ചെയ്യണം. ദെൻ എക്സിറ്റ് ഗ്രേഡിയൻ്റ് കാൽക്കുലേറ്റ് ചെയ്യലൊക്കെ ഉണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഫസ്റ്റ് പൈൽ ലൈൻ അല്ലെങ്കിൽ അപ്സ്ട്രീം പൈൽ വെച്ച് തുടങ്ങുകയാണ്. നമ്മളെ ഫസ്റ്റിൽ വരുന്ന പൈൽ, അപ്സ്ട്രീം എൻഡിൽ വരുന്ന പൈൽ വെച്ചിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ അപ്സ്ട്രീം എൻഡ് പൈൽ അല്ലെങ്കിൽ എൻഡ് പൈലിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കർവ് ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വരാം. ആദ്യം നമ്മൾ സ്മാൾ ഡി എന്നുള്ളൊരു ടേം കാൽക്കുലേറ്റ് ചെയ്യാണ്. സ്മാൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ പൈലാണ്. ഡെപ്ത് ഓഫ് ദ പൈൽ അത് ഇൻക്ലൂഡിങ് ഫ്ലോർ തിക്നെസ് ആണ്. അതായത് പൈലിൻ്റെ മുകളിലുള്ള ഫ്ലോർ തിക്നെസ്സും കൂടി കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്മാൾ ഡി കാണുന്നത്. സോ നമുക്ക് അപ്സ്ട്രീം പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന പൈലാണ് അപ്സ്ട്രീം പൈൽ എന്ന് പറയുന്നത് അല്ലേ. സോ അതിൻ്റെ ഇൻക്ലൂഡിങ് ഫ്ലോർ തിക്നെസ് എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ 105 ആയിരിക്കും, ബോട്ടം ലെവൽ 97 ആയിരിക്കും. സോ സ്മാൾ ഡി ഡെപ്ത് ഓഫ് ദ പൈൽ ഇസ് ഈക്വൽ ടു 105 മൈനസ് 97 ദാറ്റ് ഈസ് 8 മീറ്റർ. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് ദ ഫ്ലോർ. അതായത് നമ്മൾ മൊത്തം ഈ ഫ്ലോറിൻ്റെ അപ്സ്ട്രീം എൻഡ് ടു ഡൗൺ സ്ട്രീം എൻഡിലേക്കുള്ള മൊത്തം ഡിസ്റ്റൻസ് ആണ് എന്ത് കാണേണ്ടത്. അത് 54 മീറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതെങ്ങനെ 54 കിട്ടിയതെന്ന് നോക്കാം. നമുക്ക് ഈ ഇവിടെ കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്, നമുക്ക് സമ്മപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അതായത് 6.5 6.5 17.5 2.5 4 മീറ്റർ ഇതെല്ലാം കൂടി സമയം കഴിഞ്ഞാൽ നമുക്ക് 37 കിട്ടും. പിന്നെ ഇവിടെ ഒരു 16 മീറ്റർ ഉണ്ട്. ദെൻ നമ്മളെ പൈലുകളുടെ തിക്നെസ്സുകളൊന്നും തന്നിട്ടില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ 1 മീറ്റർ തിക്നെസ് ആണ് ഈ പൈല് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു കട്ടിങ്ങിന് വരുന്നത്. 1 മീറ്റർ അല്ലേ. അതിൻ്റെ മിഡിലായിട്ടാണ് നമ്മൾ പൈൽ ലൈൻ കൊടുത്തിരുന്നത്. അപ്പോൾ അതായത് പൈല് കഴിഞ്ഞ ശേഷം നമ്മൾ ലെഫ്റ്റ് വാർഡ് അല്ലെങ്കിൽ അപ്സ്ട്രീം എൻഡിലേക്ക് ഒരു 0.5 മീറ്ററും അതുപോലെ ഇങ്ങേ എൻഡിലും എന്ത് ഉണ്ടാവും, പൈല് കഴിഞ്ഞ ശേഷം റൈറ്റ് വാർഡ് നമ്മൾ ഡൗൺ സ്ട്രീം എൻഡിലേക്ക് ഒരു 0.5 ഉണ്ടാവും. സോ 0.5 പ്ലസ് 0.5 1 മീറ്റർ വരും. അങ്ങനെയാണ് എന്ത് ചെയ്തത് 37 പ്ലസ് 16 53 പ്ലസ് 0.5 പ്ലസ് 0.5 ദാറ്റ് ഈസ് 54 മീറ്റർ. അതാണ് നമ്മുടെ സ്മോൾ ലെറ്റർ ബി വരിക, ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് ദ ഫ്ലോർ. ഇനി നമ്മൾ ചാർട്ട് യൂസ് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ഡേയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചാർട്ടുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതായിരുന്നു. എൻഡ് പൈലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചാർട്ട് ഫിഗർ 12.14 എന്ന് പറഞ്ഞ ചാർട്ടിൽ. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കീ പോയിന്റിൽ വരുന്ന പെർസെൻറ്റേജ് പ്രഷർ, അതായത് നമ്മൾ 5 വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കീ പോയിന്റ് എന്താണ്, പെർഫെക്റ്റ് കീ പോയിന്റ് എന്താണെന്നൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. സോ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് നോക്കിയാൽ അറിയാം E1 C1 D1 ഇത് മൂന്നുമാണ് എന്ത് നമ്മൾ അപ്സ്ട്രീം എൻഡ് പൈലിൽ വരുന്ന കീ പോയിന്റുകൾ. അതിൽ E1 എന്ന് പറയുന്ന പോയിൻ്റാണ് എന്ത് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ വാട്ടർ പെർക്കുലേറ്റ് ചെയ്താൽ CP ചെയ്യാനും തുടങ്ങുന്ന പോയിന്റ്. അപ്പോൾ ആ പോയിന്റിനെ നമ്മൾ പറഞ്ഞിരുന്നു വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും മൂവ്മെൻറ്റ് എൻഡ് ചെയ്ത് പുറത്ത് പോകുന്ന പോയിന്റിനെ നമ്മൾ പറഞ്ഞിരുന്നു പെർഫെക്റ്റ് കീ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ E1 എന്നുള്ള പോയിന്റ് ഒരു പെർഫെക്റ്റ് കീ പോയിന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ 5 E1 വിൽ ബി ഈക്വൽ ടു 100%. 5 E1 വിൽ ബി ഈക്വൽ ടു 100%. സോ 5 E1ൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ ഫർദർ കാൽക്കുലേഷൻസ് ഒന്നും ഇനി ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് 5 C1 ഉം 5 D1 ആണ്. 5 C1 ആൻഡ് 5 D1. സോ അതിന് വേണ്ടി നമ്മൾ ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1/α വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അല്ലേ. 1/α വാല്യൂ. സോ 1/α is equal to D/B. D/B that is equal to 8/54 that is 0.148. അപ്പോൾ നമുക്ക് 1/α വാല്യൂ 0.148 കിട്ടി. ഇനി നമ്മുടെ ഗ്രാഫിലേക്ക് പോവുകയാണ്. നമ്മൾ ഗ്രാഫ് നമുക്ക് അറിയുന്നുണ്ടാവും. എൻഡ് പൈലിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഗ്രാഫ് നമുക്കുണ്ടായിരുന്നു. എൻഡ് പൈലിൻ്റെ കമ്പ്യൂട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രാഫ് ഇതവിടെ കാണാം. നമുക്ക് എൻഡ് പൈലിൻ്റെ കമ്പ്യൂട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രാഫ്. സോ ഇതിൽ ടോപ്പിൽ നമുക്ക് കാണാം വാല്യൂസ് ഓഫ് 1/α. 1/αയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.148 ആണ്. അപ്പോൾ ഇവിടെ 0 to 0.2 ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരിടത്തായിരിക്കും 0.148 വരുന്നുണ്ടാവുക. ഈ ഭാഗത്തായിട്ട് 0.148 വരുന്നുണ്ടാവുക. അതിൽ നേരെ താഴേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, 5Dയുടെയും 5Eയുടെയും കർവിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റും. 5Dയുടെയും 5Eയുടെയും കർവിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റും. സോ 0.148 നേരെ താഴേക്ക് എടുക്കുക. 5D 5E കർവുകളിൽ ടച്ച് ചെയ്യുന്നവന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ആ നമ്മളെ 5യുടെ വാല്യൂ കിട്ടുന്ന ആക്സിസിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, 5Dയും 5Eയും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. 5D ആൻഡ് 5E ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫ്രം ദർ. സോ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി,
നമ്മളെ കർവിൽ നിന്ന് ഇതാ 1/α is equal to d/b that is equal to 8/54 that is 0.148. ഫ്രം ചാർട്ട് നമുക്ക് എന്ത് കിട്ടി? ഫൈ ഇയുടെ വാല്യൂ 33.5%, ഫൈ ഡിയുടെ വാല്യൂ 24 കിട്ടി. അപ്പോൾ 1/α കണ്ടു, 1/α വാല്യൂവിന് കറസ്പോണ്ടിങ് താഴേക്ക് നമ്മൾ ലൈന് വെച്ച് നോക്കി, എന്നിട്ട് ഫൈ ഡി ഫൈ ഇ കർവുകളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ഫൈ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫൈ ഇ ഫൈ ഡി അല്ല, നമുക്ക് വേണ്ടത് ഫൈ സി വണ്ണും ഫൈ ഡി വണ്ണും ആണ്. സോ അവിടെ തന്നെ ഇക്വേഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഫൈ സി വൺ ഇസ് ഈക്വൽ ടു 100 മൈനസ് ഫൈ ഇ ദാറ്റ് ഈസ് 100 മൈനസ് 33.5 ദാറ്റ് ഈസ് 66.5%. ഫൈ ഡി വൺ ഇസ് ഈക്വൽ ടു 100 മൈനസ് ഫൈ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 24 ദാറ്റ് ഈസ് 76%. അപ്പോൾ നമുക്ക് ഫൈ സി വൺ ഫൈ ഡി വൺ കിട്ടി. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു? നമ്മുടെ എല്ലാ കീ പോയിന്റിലും വരുന്ന നമ്മുടെ പെർസെൻറ്റേജ് പ്രഷർ ഫൈ വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു. ഫൈ ഇ വണ്ണ് നമുക്ക് കിട്ടി, പെർഫെക്റ്റ് കീ പോയിന്റ് ആയതുകൊണ്ട് 100 കിട്ടി. ഫൈ സി വണ്ണ് 66.5ഉം ഫൈ ഡി വണ്ണ് 76% ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ ആയി. ഇനി നമ്മൾ പറഞ്ഞ ഒരു ടോപ്പിക്കായിരുന്നു കറക്ഷൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഞാൻ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അതായത് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂയിൽ തന്നെ വീണ്ടും നമ്മൾ കുറച്ച് കറക്ഷൻസ് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പഠിച്ച കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ 3 കറക്ഷൻസ് ആയിരുന്നു. ഒന്ന് കറക്ഷൻ ഫോർ ഫ്ലോർ തിക്നെസ്, നമ്മുടെ ഫ്ലോറിൻ്റെ തിക്നെസ്സിന് ഉള്ള കറക്ഷന്, പിന്നെ ഒന്ന് കറക്ഷൻ ഫോർ സ്ലോപ്പ്, പിന്നെ ഒന്ന് കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇൻ്റർഫിയറൻസ് ഓഫ് ദ പൈലുകളുടെ മ്യൂച്വൽ ഇൻ്റർഫിയറൻസിന് വേണ്ടിയിട്ടുള്ള കറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞ സംഗതി ഒരിക്കലും ഇല്ല. നമ്മളെ നോക്കിയാൽ കാണാം നമ്മുടെ E1 C1 D1 പോയിന്റുകൾ നിൽക്കുന്ന ഭാഗത്ത് സ്ലോപ്പിംഗ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്ലോപ്പ് കറക്ഷൻ വേണ്ട. പിന്നെ E1 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് കീ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് E1-ൽ അല്ലെങ്കിൽ ഫൈ E1-ന് ഒരു മോഡിഫിക്കേഷനും കറക്ഷനും ആവശ്യമില്ല. പിന്നെ D1-ൽ ഒരിക്കലും, അതായത് പൈലിൻ്റെ ബോട്ടം എൻഡിൽ ഒരിക്കലും നമ്മൾ തിക്നെസ് കറക്ഷനോ അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസിൻ്റെ കറക്ഷനോ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈ C1-ന് മാത്രമേ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അവിടെ നമുക്ക് എന്തൊക്കെ വേണം? തിക്നെസ് കറക്ഷനും വേണം, അതുപോലെ തന്നെ കറക്ഷൻ ഡ്യൂ ടു മ്യൂച്വൽ ഇൻ്റർഫിയറൻസും വേണം. ഓക്കെ, സോ ചെയ്യുന്നതിന് നോക്കുക. കറക്ഷൻ ഫോർ തിക്നെസ്സിനുള്ള കറക്ഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ തിക്നെസ് കറക്ഷൻ്റെ ഇക്വേഷൻ മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു. തിക്നെസ് കറക്ഷൻ്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ലാർജസ്റ്റ് പെർസെൻറ്റേജ് പ്രഷർ മൈനസ് സ്മോളസ്റ്റ് പെർസെൻറ്റേജ് പ്രഷർ ഡിവൈഡഡ് ബൈ ഡെപ്ത് ഓഫ് ദ പൈൽ ഇൻറ്റു തിക്നെസ് ഓഫ് ദ ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ C1 അല്ലെങ്കിൽ ഫൈ C1 ആണ് ഇപ്പോൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഈ ഫിഗറിൽ C1 വരുന്ന പൈൽ, അതായത് ഫസ്റ്റ് പൈലിലെ ആ ഒരു ഫേസിൽ വരുന്ന 2 പോയിന്റുകൾ പറഞ്ഞാൽ ഏതാ? C1-ഉം D1-ഉം ആണ് അല്ലേ. E1 ഇപ്പുറത്തെ ഫേസിലാണ്, ലെഫ്റ്റ് ഫേസിലാണ്. റൈറ്റ് ഫേസിൽ വരുന്നത് C1-ഉം D1-ഉം ആണ്. സോ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. C1-ൻ്റെ കറക്ഷൻ ചെയ്യുമ്പോൾ അത് വരുന്ന ഫേസിലുള്ള 2 പോയിന്റ് ഉണ്ടാവും. അതിൽ ലാർജസ്റ്റ് ഫൈ വാല്യൂ ആദ്യം നോക്കാം. നമുക്ക് നേരത്തെ കിട്ടിയ ഫൈ D1 ആയിരുന്നു എന്ത്? ലാർജസ്റ്റ് വാല്യൂ. സോ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. സോ ഫൈ D1 മൈനസ് ഫൈ C1. ദെൻ ബാക്കി എന്താണ് ഇക്വേഷനിൽ പറയുന്നത്? ഫൈ D1 മൈനസ് ഫൈ C1 ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ നമ്മളെ പൈലിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ഹോൾ ഇൻറ്റു തിക്നെസ് ഓഫ് ദ ഫ്ലോർ. സോ ഫ്ലോർ തിക്നെസ് ടി കാണാൻ എന്ത് ചെയ്താൽ മതി? 105 മൈനസ് 104. അതെങ്ങനെ കിട്ടി? നമ്മളെ ഈ ഭാഗത്ത്, അതായത് ഫസ്റ്റ് പൈല് വരുന്ന റീജിയനിലെ ഫ്ലോറിൻ്റെ ടോപ്പ് ലെവൽ 105-ലും ബോട്ടം ലെവൽ 104-ലുമാണ്. സോ 105 മൈനസ് 104 അതാണ് എന്ത്? നമ്മുടെ ഫ്ലോർ തിക്നെസ് വരിക. ദെൻ അതാണ് നമ്മുടെ ടി വരിക. ദെൻ ഡെപ്ത് കാണാൻ എന്ത് ചെയ്യണം? 105 മൈനസ് 97, അതായത് നമ്മുടെ പൈലിൻ്റെ മൊത്തം ഡെപ്ത് ഇൻക്ലൂഡിങ് ഫ്ലോർ തിക്നെസ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതവിടെ കാണാം, ഫ്ലോർ തിക്നെസ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ കിട്ടി. സോ കറക്ഷൻ ഫോർ ഫൈ C1 ഈസ് 76 മൈനസ് 66.5, അതായത് ഫൈ D1 മൈനസ് ഫൈ C1 ഹോൾ ഡിവൈഡ് ബൈ സ്മോൾ d 8 ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 1.2% എന്ന് കിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ അതിന് സൈന് നോക്കണം. അപ്പോൾ നമ്മൾ തിക്നെസ് കറക്ഷൻ്റെ സൈന് പറഞ്ഞത് വെർട്ടിക്കൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ വെച്ചിട്ടാണ് അല്ലേ. വെർട്ടിക്കൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഡേയിൽ പറഞ്ഞതാണ് നമ്മൾ. ഇപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഫസ്റ്റ് പൈലിൻ്റെ കേസിൽ വരുന്നത് E1 ടു D1-ഉം D1 ടു C1 ആണ്. പക്ഷേ E1 D1-നെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ കറക്ഷൻ ഇല്ല. ഇനി നമ്മൾ C1 വരുന്നത് എപ്പോഴാണ്? D1 ടു C1 ഫ്ലോ ചെയ്യുമ്പോഴാണ് നമ്മുടെ C1 പോയിൻ്റ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ ഫ്ലോ ഡയറക്ഷൻ നോക്കിയാൽ ഫ്ലോ ഡയറക്ഷൻ്റെ ഫ്രണ്ടിൽ വരുന്ന പോയിൻറ്റിൻ്റെ കറക്ഷന് പോസിറ്റീവും ബാക്കിൽ വരുന്ന പോയിൻറ്റിൻ്റെ കറക്ഷന് നെഗറ്റീവുമാണ് ഇൻ ദ കേസ് ഓഫ് ഫ്ലോർ തിക്നെസ് കറക്ഷൻ. ശ്രദ്ധിക്കണം, എല്ലാ കേസിലും അല്ല പറയുന്നത്. നമ്മുടെ മ്യൂച്വൽ ഇൻ്റർഫിയറൻസിൻ്റെ കേസിൽ ഫ്രണ്ടിൽ വരുന്ന ആൾ നെഗറ്റീവും ബാക്കിലാൾ പോസിറ്റീവുമാണ്. അപ്പോൾ ഇവിടെ തിക്നെസ് കറക്ഷൻ്റെ കേസിൽ മാത്രം ഫ്ലോ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫ്ലോ ഡയറക്ഷൻ്റെ ഫ്രണ്ടിൽ വരുന്ന പോയിൻറ്റിലെ കറക്ഷൻ പോസിറ്റീവും ബാക്കിൽ വരുന്ന പോയിൻറ്റിലെ നെഗറ്റീവുമാണ്. അപ്പോൾ ഇവിടെ C1 എന്ന് പറയുന്നത് എന്താണ്? D1 ടു C1 ആണ് നമ്മളെ വെർട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. സോ അതിൽ ആ ഫ്ലോൻ്റെ ഫ്രണ്ടിലാണ് C1. അതുകൊണ്ടാണ് എന്ത് വന്നത്? തിക്നെസ് കറക്ഷൻ ഫോർ
5C1 ആസ് പോസിറ്റീവ്. 1.2 എന്നുള്ളത് എന്തായി പോസിറ്റീവായിട്ട് വന്നു. ഇനി കറക്ഷൻ ഡ്യൂ ടു ഇൻ്റർഫിയറൻസ് ഓഫ് പൈൽ 2, അതായത് നെക്സ്റ്റ് നമുക്ക് വരുന്ന മ്യൂച്വൽ ഇൻ്റർഫിയറൻസ് കൊണ്ടുള്ള കറക്ഷനാണ്. അപ്പോൾ പൈൽ 1ൻ്റെ നേരെ അടുത്ത് വരുന്ന പൈൽ എന്ന് പറയുന്നത് ഏതാണ് പൈൽ 2 ആണ് അല്ലേ. സോ അതുകൊണ്ടുള്ള ഇൻ്റർഫിയറൻസ് ആണ് നമ്മൾ കാണുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു C is equal to 1.9 ഇൻറ്റു റൂട്ട് ഓഫ് D by B ഡാഷ് ഇൻറ്റു D plus D by B എന്ന് പറഞ്ഞിരുന്നു അല്ലേ. സോ അതിൽ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഡെപ്ത് ഓഫ് സെക്കൻഡ് പൈൽ, സ്മാൾ ഡി ഡെപ്ത് ഓഫ് ഫസ്റ്റ് പൈൽ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഫസ്റ്റ് പൈലിൽ സെക്കൻഡ് പൈലിൻ്റെ ഇൻ്റർഫിയറൻസ് കാരണം ഉണ്ടാവുന്ന ആ കറക്ഷനാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഫസ്റ്റ് പൈലിലേക്ക് സെക്കൻഡ് പൈലിൽ നിന്ന് ഉണ്ടാവുന്ന എഫക്റ്റ്. അപ്പോൾ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് പൈലിൻ്റെ എടുക്കേണ്ടത്, അതായത് ഏതിൻ്റെ എഫക്റ്റാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൈലിൻ്റെ ഡെപ്താണ് എന്ത് സ്മാൾ ഡി. ദെൻ ആ പൈലിലേക്ക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പൈൽ ആരാണോ അല്ലെങ്കിൽ അതിൻ്റെ നിയർ ബൈ പൈൽ ആരാണോ അയാളുടെ ഡെപ്താണ് എന്ത് ക്യാപിറ്റൽ ഡി. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ടും സെയിം ആണ്, കാരണം ക്വസ്റ്റ്യൻ നോക്കി കാണാം രണ്ടാളും ഒരേ ലെവലിലാണ് നിൽക്കുന്നത് അല്ലേ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഫ്ലോർ തിക്നെസ് ഇൻക്ലൂഡ് ചെയ്തതല്ല നമ്മുടെ ഈ ഒരു ക്യാപിറ്റൽ ഡി എടുക്കണേ. നോക്ക് 104 മൈനസ് 97 ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ക്യാപിറ്റൽ ഡി കാണാനായിട്ട് അല്ലേ. 104 മൈനസ് 97. അപ്പോൾ നമ്മളെ പൈലിൻ്റെ ടോപ്പ് ലെവൽ വരുന്ന അല്ലെങ്കിൽ ഫ്ലോറിൻ്റെ ബോട്ടത്തിൽ വരുന്ന പോയിന്റ് മൈനസ് പൈലിൻ്റെ ഏറ്റവും ബോട്ടത്തിലെ പോയിൻ്റ് ഡിഫറൻസ് ആണ് എന്ത് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഡിയും സ്മാൾ ഡി എടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാപിറ്റൽ ഡി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ രണ്ടാമത്തെ ഒരു പൈലിൻ്റെ ഡെപ്താണ് കാണുന്നുണ്ടെങ്കിലും അത് ഏത് പൈലിലേക്കുള്ള എഫക്റ്റാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ആ പൈലിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് വിത്ത് റെസ്പെക്ട് ടു ബോട്ടം ഓഫ് സെക്കൻഡ് പൈൽ അങ്ങനെ എടുക്കണം. ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പൈലിലേക്ക് സെക്കൻഡ് പൈലിൻ്റെ എഫക്റ്റാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് പൈലിൻ്റെ ഡെപ്തായിട്ടുള്ള ക്യാപിറ്റൽ ഡി കമ്പ്യൂട്ട് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ടോപ്പ് പോയിന്റ് ഓഫ് ഫസ്റ്റ് പൈലാണ്. പക്ഷേ ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ആ ഡിഫറൻസ് ഇല്ല. അടുത്ത പാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, സോ നമുക്ക് ക്യാപിറ്റൽ ഡിയും സ്മാൾ ഡിയും കിട്ടി. ഇനി നമുക്ക് ബി എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫ്ലോർ ലെങ്ത് ആണ്. അത് ഓൾറെഡി 54 മീറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം പൈൽ 1 to പൈൽ 2, അതായത് നമ്മൾ എടുക്കുന്ന പൈലുകളുടെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആണ് എന്ത് ബി ഡാഷ്. സോ അത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് 16 മീറ്റർ. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും 16 മീറ്റർ. അപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി 3.3% കിട്ടി. ഇനി സൈന് നോക്കണം. നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ മ്യൂച്വൽ ഇൻ്റർഫിയറൻസിൻ്റെ കേസിൽ സൈൻ എടുക്കുന്നത് എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ നോക്കിയിട്ടാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇവിടെ നമുക്ക് അറിയാം പൈൽ 1 നിന്ന് പൈൽ 2ൻ്റെ അവിടേക്ക് ഫ്ലോ ഉണ്ടാകുന്നത് എങ്ങനെയാണ് C1 to E2 ആണ് അല്ലേ. C1 എന്നുള്ള പോയിന്റിൽ നിന്ന് E2ലേക്കാണ് എന്ത് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഫ്ലോ ഉണ്ടാകുന്നത്. ദെൻ മ്യൂച്വൽ ഇൻ്റർഫിയറൻസിൻ്റെ സൈൻ കൺവെൻഷൻ നമ്മൾ പറഞ്ഞത് ഫ്ലോ ഡയറക്ഷൻ്റെ ബാക്കിലുള്ള ആളുടെ പോസിറ്റീവും ഫ്രണ്ടിലുള്ള പോയിൻ്റ് നെഗറ്റീവും. നേരെ മറ്റേ ഫ്ലോർ തിക്നെസ്സിൻ്റെ കേസിനേക്കാളും നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഫ്ലോ ഡയറക്ഷൻ്റെ ബാക്കിൽ വരുന്ന പോയിന്റിനാണ് എന്ത് പോസിറ്റീവ് സൈൻ കൊടുക്കേണ്ടത് ഈ നമ്മളെ മ്യൂച്വൽ ഇൻ്റർഫിയറൻസിൻ്റെ സൈൻ്റെ കേസിൽ. അപ്പോൾ C1 നിന്ന് E2ലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ വാട്ടർ സീപ്പിംഗ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സോ ഇവിടെ C1ൻ്റെ കേസിലാണ് എന്ത് വരിക പോസിറ്റീവ് വരിക. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ C1ൻ്റെ കറക്ഷനാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ദെൻ അപ്പോൾ നമുക്ക് കറക്ഷൻ കിട്ടി. അപ്പോൾ ഇവിടെ സ്ലോപ്പിംഗ് ഫ്ലോർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്ലോപ്പ് കറക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കറക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ ആക്ച്വൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ, അതായത് 5E1 കറക്ഷനൊന്നും വേണ്ട, കാരണം അത് പെർഫെക്റ്റ് പോയിൻ്റ് ആണ്. 5D1 ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കറക്ഷൻസ് ഒന്നും അപ്ലിക്കബിളും അല്ല. പിന്നെ 5C1 മാത്രമാണ് കറക്ഷൻ ഉള്ളത്. അപ്പോൾ ആക്ച്വൽ വാല്യൂ 5C1 ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയ 66.5. ദെൻ അതിൽക്കൂടി എന്ത് ചെയ്യുക സമേഷൻ നമുക്ക് കിട്ടിയ കറക്ഷൻസ് എല്ലാം സം ചെയ്യുക. അതായത് 66.5 പ്ലസ് 1.2 പ്ലസ് 2.3 ദാറ്റ്സ് ഈക്വൽ ടു 71%. ദെൻ ഫൈനലി നമുക്ക് കിട്ടുമ്പോൾ പെർസെൻറ്റേജ് അപ്ലിഫ്റ്റ് പ്രഷേഴ്സ് അറ്റ് E1 C1 D1 ആർ 5C1 ഈക്വൽ ടു 71%, 5D1 ഈക്വൽ ടു 76%, 5E1 ഈക്വൽ ടു 100%. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പൈൽ ലൈനിൻ്റെ അവിടെയാണ് ചെയ്തത്. ഇനി സെക്കൻഡ് പൈൽ ലൈനാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം സെക്കൻഡ് പൈൽ ലൈൻ, ദെൻ തേർഡ് പൈൽ ലൈൻ. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു.